ഹലോ ഗായ്സ്, ഫ്രിസ്ബിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയൊരു ഡ്രിഫ്റ്റ് RC കാറാണ്. കേരളത്തിലെ ആമ്പിളേരുടെ മനസ്സിലിടുന്നിടിയ ഒരു കാറാണ് BMW M3. അതിൻ്റെ ഒരു ഡ്രിഫ്റ്റ് RC കാറുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് ആ മോഡൽ. 1:18 സ്കെയിലിൽ വരുന്ന ഈ ഒരു RC 30 km/h സ്പീഡിൽ നമുക്ക് ഓടിക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മോട്ടറാണ്. അതുപോലെ തന്നെ ബോട്ടം ലൈറ്റ് വിത്ത് 7 കളേഴ്സ് വിത്ത് 2 ലൈറ്റിംഗ് മോഡ്, 2 ലൈറ്റിംഗ് മോഡും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 7 കളേഴ്സിൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം. 2 കളർ വേരിയൻ്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഒന്ന് ഈ വൈറ്റ്, പിന്നെ ഒരു റെഡും കൂടിയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു 2 കോൺസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 4 ടയേഴ്സും ഇതിൻ്റെ കൂടെ അവൈലബിൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് റൺ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ. അപ്പം ഇതാണ് ആ ഒരു മോഡൽ. ഇതിൻ്റെ കളറ് റെഡും വൈറ്റും ആണ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് കൂടെ വരുന്നത് കോൺസ് വരുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 4 ടയേഴ്സ്, അതിൻ്റെ വീൽ സ്പാന്, പിന്നെ ഈ ഒരു ബോക്സിലായിരിക്കും ചാർജറും ഇതിൻ്റെ ബാറ്ററി നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. പിന്നെ ഇതാണ് അതിൻ്റെ റിമോട്ട് വരുന്നത്. ഏകദേശം നമുക്ക് ഹോബി ഗ്രേഡ് കാറ്റഗറിയിൽ വരുന്ന ആ ഒരു ടൈപ്പ് റിമോട്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. എടുത്ത് പറയാനുള്ളത്, ഇതിൻ്റെ ടയർ, നോർമൽ RCൻ്റെ ടയർ നമുക്ക് സ്ക്രൂ ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു ബോൾട്ടിലാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് ബോൾട്ട് അഴിച്ചു മാറ്റിയിട്ട് നമുക്ക് ഡ്രിഫ്റ്റിംഗ് ടയറും വരുന്നുണ്ട്. ഇപ്പം നോർമലായിട്ട് ഇട്ടേക്കുന്നത് നോർമൽ ടയേഴ്സ് മാറ്റുമ്പോൾ മാത്രമേ നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിനകത്ത് എടുത്ത് പറയാനുള്ളത് ഇതിന് 2 മിറേഴ്സാണ്. മിറേഴ്സ് റബ്ബറിലാണ് വന്നിരിക്കുന്നത്, റബ്ബർ മിറേഴ്സാണ് വന്നിരിക്കുന്നത്. സാധാരണ വരുമ്പോൾ മെറ്റൽ ടൈപ്പ് മിറേഴ്സ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് റബ്ബർ ടൈപ്പാണ്. അത് എവിടെയെങ്കിലും കൊണ്ടിരിക്കുകയാണെങ്കിലൊന്നും പെട്ടെന്നൊന്നും പൊട്ടത്തൊന്നുമില്ല, റബ്ബർ ആയതുകൊണ്ട്. ജസ്റ്റ് ഇതൊന്ന് ഓടിച്ച് കാണിക്കാം എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ. നമുക്ക് ഓടിച്ച് നോക്കാം. ഇതിൻ്റെ അടിയിലാണ് നമുക്ക് ഇതിൻ്റെ സ്വിച്ച് വരുന്നത്. ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ സ്പോട്ട് ലൈറ്റ് കത്തുന്നതാണ്. അതുപോലെ തന്നെ റിമോട്ട് ഓൺ ചെയ്യാം. റിമോട്ട് ഓൺ ചെയ്യുമ്പം ഇവിടെ റണ്ണിങ് മോഡ് ഓൾറെഡി ഓൺ ആയിട്ടുണ്ട്, ഗ്രീൻ ലൈറ്റ് കത്തും. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സ്പീഡ് 30 km/h സ്പീഡിൽ നമുക്ക് ഓടിക്കാൻ പറ്റുന്നത്. ഞാൻ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ കണ്ടോ, അത് സ്പീഡിലിറങ്ങി ഓടുകയാണ്. നമുക്ക് ഓടിച്ച് നോക്കാം. ഇത് നമുക്ക് ഡ്രിഫ്റ്റിംഗ് ടയർ ഇടാതെ തന്നെയാണ് ഈ ഡ്രിഫ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പം ഡ്രിഫ്റ്റിംഗ് ടയർ ഇട്ടല്ല അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പം ഇതിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന ആ ഫോഗ് ലൈറ്റ് നമുക്ക് വെറൈറ്റി കളേഴ്സ് വരുന്നുണ്ട്. 7 കളേഴ്സോളം നമുക്ക് ലൈറ്റ്സ് മാറ്റാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം ഞാൻ ഓരോന്നായിട്ട് മോഡ് പ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം ഈ ഒരു മോഡലിൻ്റെ റണ്ണിങ്ങും ഡ്രിഫ്റ്റിങ്ങും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് വെറും 4499 രൂപ മാത്രമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ എല്ലാം ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.